गोविन्दनामसङ्कीर्तनं गोविन्द। जय बोल सद्गुरुनाथ महाराज की जय। പാലാഴി പഠനത്തിന് ശേഷം വാമനാവതാരമാണ് 9 അധ്യായങ്ങളിൽ ഇവിടെ വർണ്ണിക്കുന്നു. അത്രേരിയതേ നവാധ്യായീയ വാമം വാമനചേഷ്ടിതം നിഗ്രഹച്ഛലതോ എത്ര ബലേർഭൂയാൻ അനുഗ്രഹഃ. വാമനാവതാര കഥ നോക്കുമ്പോൾ കാണുന്നവർക്ക് നിഗ്രഹം ചെയ്തതുപോലെ തോന്നിപ്പോകും. ചില ആൾക്കാർ പറയാനുണ്ടല്ലോ, ഇപ്പോൾ തലയിൽ കാൽ വെച്ച് ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക്, അങ്ങനെ തോന്നിപ്പോവും. പക്ഷേ വലിയ അനുഗ്രഹമാണ് ഭഗവാൻ ചെയ്തു. ഇതാ കാരണം, ഇത് ഭക്തനായി ഇരുന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. പ്രഹ്ലാദൻ പറയുന്നുണ്ട്, എൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു, എൻ്റെ പേരക്കുട്ടിക്ക് കൂടുതൽ അനുഗ്രഹം. തിരുവടി കൊണ്ട് അനുഗ്രഹം ചെയ്യുന്നത് വലിയ ഭാഗ്യമല്ലേ. വലിയ മഹാത്മാക്കളുടെ കരസ്പർശം കിട്ടുന്നത് തന്നെ ഭാഗ്യം പറയുമ്പോൾ ഭഗവാന്റെ തിരുവടി സ്പർശം കിട്ടി ബലിചക്രവർത്തിക്ക്. പിന്നെ ഭഗവാൻ ദാനം വാങ്ങാൻ വേണ്ടി പോയതാണ്. പക്ഷേ അവസാനം എന്തായി? തന്നെ തന്നെ ദാനമായി കൊടുത്തു. ദാനം വാങ്ങാൻ പോയാൽ തന്നെ ദാനം കൊടുത്തു. ഇപ്പോഴും ബലിചക്രവർത്തി കൊട്ടാരത്തിൽ കാവൽക്കാരനായി ഭഗവാൻ നിൽക്കുന്നു. അങ്ങനെ ഭഗവാന്റെ കാരുണ്യം പറയുന്ന ചരിത്രമാണ് വാമനാവതാരം. ദേവാസുര യുദ്ധത്തിൽ മയങ്ങി വീണ ബലിചക്രവർത്തി ഉണർന്ന ശേഷം തൻ്റെ ഗുരുനാഥനോട് ചോദിച്ചു, ഞങ്ങൾ അസുരന്മാരല്ലേ, ഞങ്ങൾ ഭജിച്ചാൽ ഭഗവാൻ അനുഗ്രഹിക്കുമോ ചോദിച്ചപ്പോഴാണ് ഭഗവാൻ കുട്ടികളെ പോലെയാണ്. കുട്ടികളെ ആരാണ് ലാളിക്കുന്നുവോ അവരുടെ അടുത്ത് ചെല്ലും. കുഴന്തയും ദൈവവും കൊണ്ടാടും ഇടത്തിൽ, ഇങ്ങനെ പഴഞ്ചൊല്ലും തമിഴിൽ. അപ്പോൾ ഭഗവാനെ നീ ഭജിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. ശുക്രാചാര്യൻ പറഞ്ഞ് ഒരു യാഗം ചെയ്യിച്ചു. വിശ്വജിത്ത് എന്ന ആ യാഗത്തിൻ്റെ പേര്. തം ബ്രാഹ്മണ ഭൃഗവപ്രീയമാണാഃ അയാജയൻ വിശ്വജിതാതൃണാകം ജിഗീഷമാണം വിധിനാഭിഷിച്യ മഹാഭിഷേകേന മഹാനുഭാവാഃ. ആ യാഗത്തിൽ നിന്നും ദിവ്യമായ രഥം, വില്ല്, അമ്പ്, ബാണം എല്ലാം കിട്ടി. പിന്നെ ആചാര്യൻ ശുക്രാചാര്യൻ ഒരു ശംഖും കൂടി കൊടുത്തു. പിന്നെ മുത്തശ്ശനായ പ്രഹ്ലാദൻ അമ്ലാന പുഷ്പാം ജലജഞ്ച ശുക്രഃ, വാടാത്ത ഒരു മാല കൊടുത്തു എന്നാണ് പറയുന്നത്. വാടാത്ത പൂ ഇതുവരെ ഉണ്ടായിട്ടില്ലേ? വാടാമല്ലിന് ഒരു പൂ ഉണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ അതും വാടിപ്പോകും. വാടാത്ത പൂ എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാനുക്ക് സമർപ്പിക്കുന്ന ശ്രദ്ധ, അഹിംസ പ്രഥമം പുഷ്പം, സത്യപുഷ്പം എന്നൊക്കെ പറയുന്നുണ്ട് പുരാണങ്ങളിൽ. അഹിംസയാണ് പ്രഥമ പുഷ്പം, പിന്നെ സത്യം പറയേണ്ടത്. ഇതൊക്കെയാണ് വാടാത്ത പൂക്കൾ. അങ്ങനെ പ്രഹ്ലാദൻ ഭക്തി കൊടുത്തു എന്ന് നമുക്ക് സങ്കല്പിക്കാം. അമ്ലാന പുഷ്പാം ജലജഞ്ച ശുക്രഃ. അങ്ങനെ ആചാര്യൻ കൊടുത്ത ശംഖം മേടിച്ച് ബലിചക്രവർത്തി ദേവലോകത്തിൽ ശംഖനാദം ചെയ്തു. ഇവിടെ ഗംഭീരമായിട്ട് ദേവലോകത്തെ വർണ്ണിച്ചിട്ടുണ്ട്. ഭാഗവതത്തിൽ വർണ്ണിക്കാത്ത ലോകം തന്നെ ഇല്ലേ പറയേണ്ടി വരും. 3-ാമത്തെ സ്കന്ധത്തിൽ വൈകുണ്ഠത്തെ വർണ്ണിച്ചിരിക്കുന്നു. 4-ാമത്തെ സ്കന്ധത്തിൽ കൈലാസത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ സ്വർഗത്തെക്കുറിച്ച്. ചില ആൾക്ക് നരകം എങ്ങനെ നോക്കേണ്ടി വരും, അവർക്ക് നരകത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട് 5-ാമത്തെ സ്കന്ധത്തിൽ. അവിടെ ഗംഭീരമായ ഈ സ്വർഗത്തെ വർണ്ണിച്ചിട്ട് അവസാനം ബലിചക്രവർത്തി വന്നപ്പോൾ എല്ലാവരും ഓടി എന്നാണ് പറയുന്നത്. എന്താ കാരണം? അത്രയേ ഉള്ളൂ. എത്ര വലിയ സുഖമായാലും അത് കുറച്ച് കാലമേ നമുക്ക് ഉള്ളൂ. അത് പറയാൻ വേണ്ടിയാണ് ഇവിടെ ദേവലോകത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു. ധിക് ഗ്രാമ്യസുഖം തഥാവിധാം പുരീം അകസ്മാദേവ പരിത്യജ്യ ഇന്ദ്രാദിയഃ പലായിതാ ഇതി വൈരാഗ്യാർത്ഥം ഇന്ദ്രപുരീം വർണ്ണയതി എന്നാണ് ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നു ശ്രീധരസ്വാമികൾ. അങ്ങനെ ദേവന്മാർ സുഖിച്ചിരിക്കുമ്പോൾ ബലിചക്രവർത്തിയുടെ ആ ശംഖുവിലി കേട്ടപ്പോൾ തന്നെ അവർക്ക് പേടിയായി. കളിച്ചുകൊണ്ടിരിക്കുന്ന എലികളൊക്കെ പൂച്ചയുടെ സൗണ്ട് കേട്ടാൽ പിന്നെ അവർ പേടിച്ച് അവിടെ നിർത്തി ഓടാൻ രക്ഷപ്പെടാൻ ശ്രമിക്കും.
അതുപോലെയാണ് ദേവന്മാർക്ക് വേഗം തങ്ങളുടെ ഗുരുനാഥനായ ബൃഹസ്പതിയോട് ചോദിച്ചു, യുദ്ധത്തിന് വന്നിട്ടുണ്ട് ബലിചക്രവർത്തി, എന്ത് ചെയ്യണം? അപ്പോൾ ബൃഹസ്പതി പറഞ്ഞു, ഈ ബലിചക്രവർത്തി ഭഗവാനെയും അതുപോലെ ബ്രാഹ്മണരെയും ആരാധിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ യുദ്ധത്തിൽ പോയാൽ യുദ്ധത്തിൽ ജയം കിട്ടില്ല, ഓടി രക്ഷപ്പെട്ടോളൂ പറഞ്ഞു. ഉടനെ ദേവന്മാർക്ക് ദേവലോകം ഉപേക്ഷിച്ച് ഓടി. അപ്പോൾ ബലിചക്രവർത്തിക്ക് ദേവലോകവും കിട്ടി. ദേവലോകം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, അവിടെ ഇന്ദ്രനായി ഇരിക്കണം. ഇന്ദ്രനാവണമെങ്കിൽ അതിന് പ്രത്യേക യോഗ്യത വരും. അതെന്താ, 100 അശ്വമേധയാഗം നടത്തണം, അപ്പോൾ ഇന്ദ്രസ്ഥാനം കിട്ടുള്ളൂ. അതിനുവേണ്ടി ഭൂലോകത്തിൽ അശ്വമേധയാഗം നടത്തുന്നു. ആ സമയത്തിലാണ് ദേവന്മാരുടെ അമ്മ അതിഥി കശ്യപനോട് പറഞ്ഞു, എൻ്റെ കുട്ടികൾക്ക് തിരിച്ച് സ്വർഗം കിട്ടാൻ എന്താണ് ചെയ്യണം? അപ്പോൾ കശ്യപൻ പയോവ്രതം എന്ന പേരുള്ള വ്രതം ഉപദേശം കൊടുത്തു. ആ വ്രതം വേണ്ട വിധത്തിൽ ചെയ്തപ്പോൾ മീനമാസം ശുക്ലപക്ഷ പ്രഥമയിൽ നിന്നും ദ്വാദശി വരെ ചെയ്യേണ്ടതാണ്. അത് ചെയ്തപ്പോൾ ഭഗവാൻ സന്തോഷിച്ചു. അതിഥിയുടെ മുന്നിൽ ദർശനം കൊടുത്തു. അതിഥി ഗംഭീരസ്തുതിയൊക്കെ ചൊല്ലി നമസ്കരിക്കുന്നു. യജ്ഞേശ യജ്ഞപുരുഷാച്യുത തീർത്ഥപാദ തീർത്ഥശ്രവണമംഗളനാമധേയ ആപന്നലോകവിജിനോപശമോദയാദ്യേ സന്നകൃധീശ ഭഗവന്നസി ദീനനാഥ. ആപന്നലോക വിജിന ഉപസമോദയാദ്യേ, ആപത്തുള്ളവർ അടുത്ത് ഭഗവാൻ വന്നാൽ മതി, പിന്നെ അവരുടെ ആപത്തൊക്കെ നീങ്ങിപ്പോകും. പിന്നെ ആപത്ത് ഉള്ളവർ ഭഗവാന്റെ അടുത്ത് ചെന്നാൽ മതി. പാണ്ഡവന്മാർക്ക് എത്ര ആപത്താണ്, പക്ഷേ എല്ലാ ആപത്തിലും രക്ഷപ്പെടാൻ കാരണം ഒപ്പം ഭഗവാൻ ഉണ്ടായിരുന്നു. ഭഗവാനെയും ഭഗവാന്റെ നാമത്തെയും പിടിച്ചാൽ മതി, ആപത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. ഇവിടെ പറയുന്നു ശ്രവണമംഗല നാമധേയ. അങ്ങനെ സ്തുതിച്ച ശേഷം ഭഗവാൻ അതിഥിയോട് പറഞ്ഞു, ബലിചക്രവർത്തിയിലേക്ക് യുദ്ധം ചെയ്യാൻ എന്നെ കൊണ്ട് വയ്യ. എന്താ കാരണം? ബലിചക്രവർത്തി ബ്രാഹ്മണന്മാരുടെ ആശീർവാദം മേടിച്ചിട്ടുണ്ട്. 3 നല്ല ഗുണം കൂടിയുണ്ട്. ബ്രഹ്മണ്യൻ, വദാന്യൻ, സത്യസന്ധൻ. ബ്രാഹ്മണ ഭക്തനായിരിക്കുന്നു. ആര് എന്ത് ചോദിച്ചാലും വാരിക്കോരി കൊടുക്കുന്നു. സത്യസന്ധനായിരിക്കുന്നു. ഇപ്പോൾ യുദ്ധത്തിന് പോയാൽ ജയം കിട്ടില്ലേ. നവിക്രമസ്തത്ര സുഖം ദദാതി. അതുകൊണ്ട് ഞാനൊന്ന് ചെയ്യാം, നിൻ്റെ പുത്രനായി ജനിച്ച് ബലിചക്രവർത്തിയിൽ നിന്നും ദാനമായി മേടിച്ച് ദേവന്മാർക്ക് സ്വർഗം തരാം എന്ന് പറഞ്ഞ് ഭഗവാൻ അതിഥിയോട് പറഞ്ഞു, നിനക്ക് പുത്രനായി ജനിക്കുന്ന വിഷയം വേറെ ആൾ അറിയേണ്ട, ഇത് രഹസ്യമായി വെച്ചോളൂ. ചില ആൾ ചോദിക്കും, ഭഗവാനെ കണ്ടുവോ, എന്തെങ്കിലും പറഞ്ഞുവോ ചോദിക്കും. ചോദിച്ചാലും പറയാൻ പാടില്ല. പൃഷ്ടയാപി കഥഞ്ചന, ഇത് രഹസ്യമാണ് പറഞ്ഞത് ഭഗവാൻ. ഇതാണ് ബുദ്ധിമുട്ടായി. ഒരു കാര്യം പറഞ്ഞ് അത് അങ്ങനെ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരുന്നോളും. ഇത് രഹസ്യം വേറെ ആളോട് പറയേണ്ട പറഞ്ഞാൽ മതി. ഉടനെ ആ സ്ത്രീ എന്ത് ചെയ്യും, അടുത്ത സ്ത്രീയോട് ചോദിക്കും, എനിക്കൊരു രഹസ്യം അറിയാമോ, ഞാൻ പറയാം എന്നെ പറഞ്ഞ് അടുത്ത ആളോട് പറയും. പിന്നെ അവർ അടുത്ത ആളോട് പറയും. ഇങ്ങനെ രഹസ്യം പരസ്യമായി പോകും. ഇത് രഹസ്യം വേറെ ആളോട് പറയേണ്ട ഭഗവാൻ പറഞ്ഞപ്പോഴാണ് അതിഥിക്ക് സങ്കടമായി. ഭർത്താവോട് ഇത് എങ്ങനെ മറച്ചു വയ്ക്കും? ഒരു പതിവ്രതയായ സ്ത്രീ ഭർത്താവോട് ഒന്നും മറച്ചു വയ്ക്കാൻ പാടില്ല. ഭർത്താവിൻ്റെ അടുത്ത് വന്നപ്പോൾ ഭർത്താവ് അത് സ്വയം കണ്ടുപിടിച്ചിട്ടുണ്ടോ പറയുന്നു. സമയ സമാധിയോഗേന കശ്യപസ്തദബുധ്യത. കശ്യപൻ സ്വയം ചോദ്യരീതിയിൽ ചോദിച്ചു. ഗുരുനാഥൻ പറയും, അതിഥിയോട് ചോദിക്കുന്നു, തപസ് ചെയ്തുവോ, നിൻ്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടുവോ, നിൻ്റെ പുത്രനായി ജനിച്ചോളാം ഭഗവാൻ പറഞ്ഞുവോ, ഇത് വേറെ ആളോട് പറയേണ്ട ഭഗവാൻ പറഞ്ഞുവോ, എന്നോട് എങ്ങനെ പറയുന്ന ആലോചിക്കുന്നുവോ. ഇത് സ്വയം കശ്യപൻ അത് മനസ്സിലാക്കി. പിന്നെ ഒരു നല്ല മുഹൂർത്തത്തിൽ ഭഗവാൻ അവതാരം ചെയ്യുന്നു. അതാണ് ഇവിടെ കേരളത്തിൽ ആഘോഷിക്കുന്ന ഓണം ആഘോഷിക്കുന്നുണ്ടല്ലോ, തിരുവോണം. അത് ഭഗവാന്റെ അവതാര ദിവസമാണ്. ചിങ്ങമാസം ശ്രവണ നക്ഷത്രം. 2 നക്ഷത്രത്തിനാണ് തിരു പറയാറുള്ളൂ. തിരുവോണം, തിരുവാതിര. തിരുവാതിര മഹാദേവൻ്റെ നക്ഷത്രം, തിരുവോണം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രം. അങ്ങനെ തിരുവോണ നക്ഷത്രത്തിൽ ഭഗവാൻ ഉച്ചയ്ക്ക് 12 സമയത്ത് അവതാരം ചെയ്യുന്നു. ഇത്തം വിരിഞ്ച സ്തുതകർമ്മവീര്യ
പ്രാദുർബഭൂവാമൃതഭൂരദിത്യാം ചതുർഭുജഃ ശംഖഗദാബ്ജചക്രഃ പിശങ്കവാസ നളിനായ തീക്ഷണഃ. ദേവന്മാർക്ക് അവിടെ വന്ന് സ്തുതിക്കുന്നു. ജയ ഹോ വാമന, ജയ ജയ ഹോ വാമന, ജയ ഹോ വാമന, ജയ ജയ ഹോ വാമന, ജയ ഹോ വാമന, ജയ നാരായണ, ജയ ഹോ വാമന, ജയ ഹോ വാമന, ജയ നാരായണ, ജയ ഹോ വാമന, ജയ ഹോ ത്രിവിക്രമ, ജയ ജയ ഹോ ത്രിവിക്രമ, ജയ ഹോ ത്രിവിക്രമ, ജയ ജയ ഹോ ത്രിവിക്രമ, ജയ ഹോ വാമന, ജയ നാരായണ, ജയ ഹോ ത്രിവിക്രമ, ജയ ഹോ വാമന, ജയ നാരായണ, ജയ ഹോ ത്രിവിക്രമ, ജയ ജയ ഹോ വാമന, ജയ ജയ ഹോ വാമന. ജയ് ബോളോ വാമന ഭഗവാൻ കി ജയ്. അവിടെ ദേവന്മാർക്ക് പാട്ടുപാടി ആഘോഷിച്ചു എന്നാണ് പറയുന്നത്. ഗായന്തഃ അതിപ്രശംസന്തഃ നൃത്യന്തോ വിബുധാനുഗാഃ. അങ്ങനെ ഭഗവാൻ ചതുർഭുജ ശംഖചക്ര കഥാപത്മധാരിയായി ദർശനം കൊടുത്തപ്പോഴാണ് അതിരിയും കശ്യപനും ചെറിയ ഉണ്ണിയായിട്ട് മാറണം പ്രാർത്ഥിച്ചു. അപ്പോൾ 7 വയസ്സ് പ്രായം ഉണ്ണിയായി മാറി. ത്വം തക്ഷണം പടുതമം വടുരൂപമാധാഹ. ഇപ്പോൾ ദാനം വാങ്ങാൻ പോകണ്ടേ? ദാനം വാങ്ങണമെങ്കിൽ പൂണൽ ഇടണം. പൂണൽ അണിയിക്കുന്നത് എപ്പോഴാണ്? 7 വയസ്സ് പ്രായത്തിലാണ്. ഗർഭാഷ്ടമത്തിൽ പൂണൽ ഇടണം. അതുകൊണ്ടാണ് 7 വയസ്സ് ഉണ്ണിയായി മാറിയപ്പോൾ ഭഗവാനക്ക് ഉപനയന സംസ്കാരം നടത്തി. 7 വയസ്സിലിടണം പറയാണ്ട കാരണം കാമം ഉണ്ടാവും മുമ്പ് തന്നെ ഗായത്രി ഉപദേശം കൊടുത്താൽ നല്ലതാണ്. അപ്പം നല്ല വഴിയിൽ ബുദ്ധി പോവും. തം വടും വാമനം ദൃഷ്ട്വാ മോദമാനാ മഹർഷയഃ കർമാണി കാരയാമാസ പുരസ്കൃത്യ പ്രജാപതിം. ഈ ഗായത്രി മന്ത്രത്തിൻ്റെ ഒരു ദേവത, 3 ദേവത, ഗായത്രി ദേവി, സൂര്യൻ, സൂര്യമണ്ഡല മധ്യവർത്തി, നാരായണൻ, 3 ദേവതകളാണ്. അതിൽ സൂര്യഭഗവാൻ തന്നെ നേരിട്ട് വന്ന് അവിടെ ഉപദേശം കൊടുത്തു. അതേപോലെ ബൃഹസ്പതി, വ്യാഴഭഗവാൻ പൂണൽ സമർപ്പിച്ചു. പിന്നെ മേഖലാം മുഞ്ചിപ്പുല്ലുകൊണ്ട്, ദർഭപ്പുല്ലുകൊണ്ട് ഒരു ബെൽറ്റ് കട്ടിയിടണം കുട്ടിക്ക്, ബ്രഹ്മചാരി കുട്ടിക്ക്. അതിനു വേണ്ടി കശ്യപൻ ആ മുഞ്ചിപ്പുള്ള ഒരു മന്ത്രം പറഞ്ഞ് അത് കട്ടിയിട്ടു. അങ്ങനെ മുഞ്ചിപ്പുല്ലുകൊണ്ട് ബെൽറ്റ് ധരിച്ചാൽ എന്താ ഗുണം ചോദിച്ചാൽ ബ്ലഡ് പ്രഷർ വരില്ലേ, ഹൈ പ്രഷർ, ലോ പ്രഷറൊക്കെ. അതേപോലെ മാന്തോൽ വച്ച് ഇങ്ങനെ മറച്ചിരിക്കണം ബ്രഹ്മചാരി കുട്ടികൾ. ഇപ്പോൾ നരച്ചും മാന്തോൽ കിട്ടില്ലേ, അങ്ങനെ മാന്തോൽ കൊണ്ടുപോയാൽ പിന്നെ പോലീസുകാർ പിടിക്കും. അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇടുന്നു. അങ്ങനെ മാന്തോൽ കൊടുത്തു ഭൂമിദേവി. പിന്നെ ദണ്ഡം, അരയാളുടെയോ ഇല്ലെങ്കിൽ പലാശം, ഇങ്ങനെ ചില വൃക്ഷങ്ങളുടെ ആ വടി കയ്യിൽ വെച്ചാൽ മെമ്മറി പവർ കൂടുതലാവും. അത് കൊടുത്തു. ദണ്ഡം സോമോ വനസ്പതി. പിന്നെ അമ്മ കോവിനം അണിയിച്ചു. ആകാശരാജൻ കൊട കൊടുത്തു. ബ്രഹ്മാവ് കമണ്ടലു കൊടുത്തു. സപ്തഋഷീശ്വരന്മാർ ദർഭപ്പുല്ലു കൊടുത്തു. ഗായത്രി ജപിക്കാനുള്ള മാല, സ്ഫടികമാല സരസ്വതി ദേവി കൊടുത്തു. അക്ഷമാല മഹാരാജ സരസ്വത്യവ്യയാത്മനഃ. പിന്നെ ബ്രഹ്മചാരിയായിരിക്കുന്നവർ ഭിക്ഷയെടുത്ത് ജീവിക്കണം. ആ ഭിക്ഷാപാത്രം കുബേരൻ കൊടുത്തു. ഭിക്ഷ ഇടേണ്ടത് അമ്മയാണ്. അമ്മയുടെ അടുത്താണ് ഭിക്ഷ ചോദിക്കണം എന്ന് ശാസ്ത്രം പറയുന്നു. അഗ്രേ മാതാം ഭിക്ഷേത്. ആദ്യം അമ്മയുടെ അടുത്ത് ഭിക്ഷ ചോദിക്കണം. എന്താ കാരണം? ഇല്ലേ പറയാത്ത ആളോടാണ് ആദ്യം ചോദിക്കണം. ആദ്യം ചോദിച്ചാൽ തന്നെ ഇല്ലേ പറഞ്ഞാൽ പിന്നെ എവിടെ പോയാലും ഇല്ലേ പറയും. അപ്പോൾ അമ്മയാണെങ്കിൽ ഏത് സമയത്തിൽ പോയി ചോദിച്ചാലും ഇല്ലേ പറയാറില്ല. രാത്രി 12 മണിക്ക് അമ്മയുടെ അടുത്ത് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ അമ്മ എന്ത് പറയും? എല്ലാം ഉണ്ട്, കാല് കഴുകി വെറു പറഞ്ഞിട്ട് ഇത് ചെയ്യും, ഒരു റവ ഉപ്പുമാങ്കിലും ഉണ്ടാക്കി കൊടുക്കും. ഭാര്യ അങ്ങനെയില്ല, പാല് മാത്രമേ ഉള്ളൂ, കുടിച്ച് കിടന്നുള്ളൂ പറയും. ഇപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ അമ്മയ്ക്കാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് അഗ്രേ മാതരം. അമ്മയില്ലെങ്കിൽ സഹോദരിയോട് ഭിക്ഷ ചോദിക്കാം. പക്ഷേ ഇവിടെ വാമന ഭഗവാൻ ചെയ്തു, അമ്മ കാത്തിരിക്കുമ്പോൾ അടുത്ത് സഹോദരിയായ പാർവതി ദേവി എനിക്ക് കൊടുക്കാൻ ഒന്നില്ലല്ലോ വിചാരിച്ചപ്പോഴാണ് പാർവതി ദേവിയുടെ അടുത്ത് ഭിക്ഷ ചോദിച്ചു.
അപ്പോൾ പാർവതി ദേവി ഭിക്ഷ കൊടുത്തു. ഭിക്ഷാം ഭഗവതി സാക്ഷാത് ഉമാദാദംബികാ സതീ. പക്ഷേ ഭിക്ഷ എന്താണ് ചോദിച്ചാൽ ഓരോരാൾക്ക് ഓരോരോ വിധ ഭിക്ഷയാണ്. ആദിശങ്കരാചാര്യൻ ഭിക്ഷ എന്താ ചോദിക്കുന്നു? ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹിച്ച പാർവതി. ജ്ഞാനവൈരാഗ്യമാണ് ഭിക്ഷ എനിക്ക് വേണം. എൻ്റെ ഗുരുനാഥൻ രാധാദേവിയോട് പ്രാർത്ഥിക്കുന്നു, പ്രേമഭിക്ഷാം പ്രയച്ഛമേ. പ്രേമഭിക്ഷ എനിക്ക് വേണം, പ്രേമം ഉണ്ടാവണം. അതേപോലെ വാമഭഗവാനക്ക് എന്താണ് ആവശ്യം അത് ഭിക്ഷ കൊടുത്തു. പിന്നെ ആ കൊടയും വടിയും ദണ്ഡകമണ്ഡലമൊക്കെ എടുത്ത് ഭഗവാൻ ബലിചക്രവർത്തി യാഗശാലയ്ക്ക് ചെല്ലുന്നു. സൂര്യക്കിരായാത്യുതവാ വിഭാവസുഹു സനത്കുമാരോ ചതിദൃക്ഷയാക്രതോ ഇത്തം സശിഷ്യേഷു ഭൃഗുഷ്വണേകഥ വിതത്യമാണോ ഭഗവാൻ സവാമനഃ ഛത്രം സദണ്ഡം സജലം കമണ്ഡലും വിവേശ ബിഭ്രത് ഹയമേധവാട്ടം. ബോംബെയിൽ നിന്നും ബറോഡ പോകുന്ന വഴിയിൽ ഭരുച്ച് എന്ന് ഒരു സ്ഥലമുണ്ട്. അതാണ് ഇപ്പോൾ ഭൃഗുകച്ഛം എന്നാണ് ഇപ്പോൾ ഭരുച്ചിന് പേരായി. അവിടെയാണ് നർമ്മദാ തീരം ബലിചക്രവർത്തി യാഗം ചെയ്യുന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഭാസ്വാൻ സൂര്യനാണോ വർണ്ണുവോ ഇല്ലെങ്കിൽ അഗ്നിയാണോ സനത്കുമാരനാണോ എന്ന് എല്ലാവരും ആലോചിച്ചിരിക്കുമ്പോഴാണ് വാമന ഭഗവാൻ അവിടെ എത്തി. ഉടനെ ബലിചക്രവർത്തി സ്വാഗതം ചൊല്ലുന്നു. സ്വാഗതം തേ നമസ്തുഭ്യം ബ്രഹ്മണ്ണേ കിം കരവാമതേ ബ്രഹ്മർഷീണാം തപസ്സാക്ഷാത് മന്യേ ത്വാര്യ വപുർധരം അദ്യ നഃ പിതരസ്തൃപ്താഃ അദ്യ നഃ പാവിതം കുലം അദ്യ സ്വിഷ്ടക്രതുരയം യദ്ഭവാൻ ആഗതോ കൃതാൻ സ്വാഗതം തേ നമസ്തുഭ്യം. ബലിചക്രവർത്തി സ്വാഗതം ചൊല്ലി. നമ്മുടെ വീട്ടിലേക്ക് മഹാത്മാക്കൾ വരുമ്പോൾ പിതൃക്കൾക്ക് സന്തോഷമുണ്ടാവും. അദ്യനഃ പിതരസ്തൃപ്തഃ, എൻ്റെ പിതൃക്കൾക്ക് വളരെ സന്തോഷമാണ്. നിങ്ങൾക്ക് എന്താണ് വേണം ചോദിച്ചോളൂ. ഭൂമിദാനം വേണമോ, ഇല്ല ഗോദാനം വേണോ, സുവർണദാനം വേണോ, ഇല്ല ഗുണവദ്ധാമമൃഷ്ടം ബ്രാഹ്മണ ഭോജനപ്രിയ എന്ന് പറയാറുണ്ട്. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്താൽ മതി. നല്ല ഭക്ഷണം വേണോ, തഥാന്ന പേയം, ഇല്ലെങ്കിൽ കുടിക്കാൻ എന്തെങ്കിലും വേണോ, അല്ലെങ്കിൽ കന്യകാദാനം ചെയ്തോട്ടെ, ഗ്രാമാൻ സമൃദ്ധാൻ സ്തുർഗൻ, എന്ത് വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോഴാണ് വാമന ഭഗവാൻ പറഞ്ഞു, നീ ഇങ്ങനെ പറഞ്ഞാൽ അത് അത്ഭുതമില്ല. എന്താ കാരണം നിൻ്റെ അച്ഛൻ ഇതുപോലെയാണ്. ഈ ബലിചക്രവർത്തി അച്ഛൻ വിരോചനൻ ബ്രാഹ്മണന്മാരുടെ വേഷം കെട്ടി, ബ്രാഹ്മണ വേഷം കെട്ടി ദേവന്മാർ നിൻ്റെ ജീവിതം വേണം ചോദിച്ചപ്പോൾ തൻ്റെ ജീവിതം തന്നെ കൊടുത്തു, സമർപ്പിച്ചു. അതേപോലെ പ്രഹ്ലാദൻ ഉഭയത്ര സമ്മത, അസുരന്മാർക്കും ദേവന്മാർക്കും വേണ്ടപ്പെട്ട ആളായിരുന്നു. ഹിരണ്യകശിപുടെ പരാക്രമം പറയാൻ പറ്റില്ല. ഇവിടെ പറയുന്നത് വാമന ഭഗവാനാണ് പറയുന്നത്. ഹിരണ്യകശിപു വന്നപ്പോൾ ഭഗവാൻ തന്നെ ഒളിഞ്ഞിരിക്കാൻ സ്ഥലമില്ലാതെ അവസാനം ഹിരണ്യകശിപു ഹൃദയത്തിൽ പോയി ഒളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്താ കാരണം? അസുരന്മാർ പുറത്തെ അന്വേഷിക്കുള്ളൂ, ഉള്ളിൽ നോക്കാറില്ല. ഉള്ളിൽ നോക്കിയാൽ ഭഗവാനെ കാണാമായിരുന്നു. അങ്ങനെ ഹിരണ്യകശിപു പേടിച്ച് ഭഗവാൻ തന്നെ ഹിരണ്യകശിപു ഉള്ളിൽ ചെന്നിരുന്നു എന്നാണ് ഭഗവാൻ അവിടെ പറയുന്നു. അങ്ങനെ നല്ല പരമ്പരയിൽ വന്നതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് ചോദിക്കുന്നു. തസ്മാത് ത്വത്തോ മഹീഷത് വൃണേഹം വരദർഷഭാത് പദാനി ത്രീണി ദൈത്യേന്ദ്ര, 3 അടി ഭൂമിദാനം, മണ്ണ് വേഗം എന്ന് പറഞ്ഞപ്പോൾ ബലിചക്രവർത്തി ചിരിച്ചു. 3 അടി ദാനം വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ, കുറച്ചിങ്ങനെ ഭിത്തി ഇങ്ങനെ മാറ്റി വച്ചാൽ മതി, കുറച്ച് 3 അടി കിട്ടും. ഇതിനു വേണ്ടി ഇത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ, കൂടുതൽ ചോദിക്കൂ. അപ്പോഴാണ് വാമന ഭഗവാൻ പറഞ്ഞു, എനിക്ക് വേണ്ടത് 3 അടിയേ വേണ്ടൂ. കൂടുതൽ മണ്ണ് വേണം ആഗ്രഹിച്ചിട്ട് സപ്തദ്വീപാധിപതിയ നൃപ വൈന്യഗയാദിയ അർത്ഥൈ കാമൈ ഗതാനാന്തം തൃഷ്ണായ ഇതിനസ്തൃതം. പൃഥു, ഗയൻ മുതലായ രാജാക്കന്മാരൊക്കെ ഭൂമി മുഴുവൻ ഭരിച്ചവരാണ്. എന്നിട്ടും അവർക്ക് തൃപ്തിയായിട്ടില്ല. പിന്നെ സമുദ്രത്തിൻ്റെ അടിയിൽ വേറെ ഏതെങ്കിലും ഭൂമി കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ എത്ര കിട്ടിയാലും പോരാൻ തോന്നുന്നവർക്ക് ദാരിദ്ര്യമാണ്. കിട്ടുന്നതിൽ സന്തോഷിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടത് ഇത്രയേ വേണ്ടൂ. എതിർച്ഛാലാഭതുഷ്ടസ്യ തേജോ വിപ്രസ്യ വർദ്ധത്തെ ഏതാവതൈവ സിദ്ധോഹം എന്ന് പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ് ദാനം ചെയ്യാൻ പുറപ്പെട്ടു ബലിചക്രവർത്തി. അപ്പോൾ ശുക്രാചാര്യൻ
കൈയടിച്ച് വിളിച്ചു. വന്ന ആളാണ് മനസ്സിലായോ ചോദിച്ചു. ബലിച്ചക്രവർത്തിയോട്, ഒരു ബ്രാഹ്മണ കുട്ടി വന്നിട്ടുണ്ട്, ഞാൻ കൂടുതൽ തരാൻ പറഞ്ഞപ്പോൾ വേണ്ട പറയുന്നു, 3 അടി മണ്ണ് മതി പറയുന്നു. അപ്പോൾ ശുക്രാചാര്യൻ പറഞ്ഞു, ഇത് ബ്രാഹ്മണനല്ലേ, സാക്ഷാത് ദേവാതിദേവൻ ഭഗവാനാണ്. പിന്നെ ബ്രഹ്മചാരി ഇല്ലേ, വിവാഹം കഴിച്ച ആളാണ്. ശ്രീദേവി, ഭൂദേവി, നീലതിന് 3 പെൺകുട്ടികളെ വിവാഹം കഴിച്ച ആളാണ്. ശുക്രാചാര്യൻ എങ്ങനെ മനസ്സിലാക്കി ചോദിച്ചാൽ, ഭഗവാൻ മാന്തോൽ വെച്ചിങ്ങനെ മറച്ചിട്ടുണ്ട് ദേവിയെ, മഹാലക്ഷ്മിയെ. ബലിച്ചക്രവർത്തി ദാനം ചെയ്യാൻ പറഞ്ഞപ്പോൾ ദാനം ചെയ്യുന്ന ആളെ ഒന്ന് കടാക്ഷിക്കാൻ വേണ്ടി മഹാലക്ഷ്മി ആ മാന്തോൽ നീക്കി നോക്കുന്ന സമയത്തിലാണ് ശുക്രാചാര്യൻ അത് കണ്ടപ്പോൾ പറഞ്ഞു, ഇയാൾ ബ്രാഹ്മണനില്ലേ. പിന്നെ വേറൊരു വിഷയം കൂടി, മതി പറയാറില്ലേ സാധാരണ ബ്രാഹ്മണന്മാർ, ₹1,00,000 കൊടുത്താലും അത് വാങ്ങി സഞ്ചിയിൽ വയ്ക്കും. പിന്നെ വണ്ടിക്കൂലി ഒരു ₹100, ₹200 കൊടുത്താൽ നന്നായി, അതുകൂടി മേടിച്ചു പോകും. അപ്പോൾ കൂടുതൽ കൊടുത്താലും കുറച്ചുകൂടി ചോദിക്കുക സ്വഭാവമുള്ളവരാണ്. ഇപ്പോൾ മതി പറയുമ്പോൾ മനസ്സിലാക്കേണ്ടേ, ഇത് സാക്ഷാത് ഭഗവാനാണ്. എല്ലാ ബ്രാഹ്മണരും അങ്ങനെയല്ലേ, പൊതുവായിട്ടുള്ള സ്വഭാവമാണ്. അപ്പോൾ മതി പറയുമ്പോൾ മനസ്സിലാക്കേണ്ടേ, ഇത് സാക്ഷാത് ഭഗവാനാണ്. അപ്പോൾ ഞാൻ ദാനം കൊടുക്കാൻ പറഞ്ഞു പോയല്ലോ, കുഴപ്പമില്ലേ, ചില സമയത്ത് നുണ പറഞ്ഞാൽ കുഴപ്പമില്ല, പിന്നെ തരാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ആപത്ത് കാലത്തിൽ നുണ പറഞ്ഞോളൂ. സ്ത്രീഷു നർമ്മ വിവാഹേ ച വൃത്യർത്ഥേ പ്രാണസങ്കടേ ഗോബ്രാഹ്മണാർത്ഥേ ഹിംസായാം നാനൃതം സ്യാത് ജുഗുപ്സിതം. ആപത്ത് കാലത്തിൽ നുണ പറഞ്ഞാൽ കുഴപ്പമില്ല, നിനക്ക് ആപത്ത് കാലമാണ്, നുണ പറഞ്ഞപ്പോഴാണ് ബലിച്ചക്രവർത്തി പറയുന്നു, ആപത്ത് കാലത്തിൽ അസത്യം പറയണമെങ്കിൽ എൻ്റെ മുത്തശ്ശൻ പറഞ്ഞിരിക്കില്ലേ. ബലിച്ചക്രവർത്തിയുടെ മുത്തശ്ശൻ പ്രഹ്ലാദനാണ്. പ്രഹ്ലാദന് ഹിരണ്യകശിപു ഈ തൂണിൽ ഭഗവാൻ ഉണ്ടോ ചോദിച്ചപ്പോൾ കരയേണ്ട 5 വയസ്സ് ഉണ്ണി പ്രഹ്ലാദൻ ധൈര്യമായിട്ട് ആ തൂണിൽ ഭഗവാൻ ഉണ്ട് പറഞ്ഞപ്പോഴാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ദാനം കൊടുക്കാൻ തയ്യാറാണ്, ആ ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ അല്ലെങ്കിൽ ശിക്ഷിക്കട്ടെ, ഞാൻ തയ്യാറാണ് പറഞ്ഞ് ദാനം ചെയ്യാൻ പുറപ്പെട്ടു. ഇത് കണ്ടപ്പോൾ ദേവന്മാർക്ക് പോലും അത്ഭുതം തോന്നി. ഭഗവാനുക്ക് പൂജിക്കാൻ വേണ്ടി പൂക്കൾ വച്ചിരുന്നു. ധൈര്യമായിട്ട് ദാനം ചെയ്യുന്ന ബലിച്ചക്രവർത്തിയെ കണ്ടപ്പോൾ എല്ലാ പൂക്കളും ബലിച്ചക്രവർത്തി ശിരസിൽ അഭിഷേകം ചെയ്തു. തഥാ അസുരേന്ദ്രം ദിവി ദേവതാഗണാഃ ഗന്ധർവ വിദ്യാധര സിദ്ധചാരണാഃ തത്കർമ്മ സർവേപി ഗൃണന്ത ആർജവം പ്രസൂണവർഷൈഃ വൗഷുസുരസ്ത്രിയഃ പ്രസൂണവർഷൈഃ വൗഷുഃ മുദാന്വിതാഃ. അങ്ങനെ ദേവന്മാരൊക്കെ പുഷ്പവൃഷം തെറിച്ചപ്പോൾ ആ പൂക്കളെ മാറ്റി വന്ന ബ്രഹ്മചാരി എവിടെ നോക്കുമ്പോൾ ബ്രഹ്മചാരി അവിടെ ഇല്ല. വാമന ഭഗവാൻ വളരാൻ തുടങ്ങി. തദ്വാമനം രൂപം അവർദ്ധത, അദ്ഭുതം കിടുകിടുകിടുന്ന് ഭഗവാൻ വളർന്നു. ആകാശമനം വളർന്ന ഭഗവാൻ തൻ്റെ വലത്തെ കാൽ കൊണ്ട് ഭൂമി അളന്നു ഒരടിയിൽ. പിന്നെ 2ാമത്തെ കാൽ ഉയർത്തിയപ്പോൾ അത് സുവർലോകം, മഹർലോകം, ജനലോകം, തപോലോകം കടന്ന് സത്യലോകത്തിൽ ബ്രഹ്മാവിൻ്റെ ലോകത്തിൽ ആ ഭഗവാന്റെ തിരുവടി എത്തിച്ചേർന്നു. ഉടനെ ബ്രഹ്മാവ് ഗിണ്ടി കൊണ്ട് പൂജിച്ചു. ആ ബ്രഹ്മാവ് പൂജിച്ച വെള്ളമാണ് ഇപ്പോഴും നമുക്ക് ഗംഗയായി ഓടി വരുന്നു. പിന്നെ ഭഗവാൻ വീണ്ടും ചെറിയ രൂപം സ്വീകരിച്ച് 3ാമത്തെ അടി എവിടെ, 2 അടിയിൽ നിൻ്റെ സ്വത്ത് മുഴുവൻ അളന്ന് 3ാമത്തെ അടി എവിടെ ചോദിച്ചപ്പോഴാണ് ബലിച്ചക്രവർത്തി തല താഴ്ത്തി 3ാമത്തെ അടിയായി എന്നെ തന്നെ സ്വീകരിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. യദ്യുത്തമ ശ്ലോക ഭവാൻ മമേരിതം വചോ വ്യലീകം സുരവർയമന്യത്തെ കരോമ്യൃതം തന്ന ഭവേത് പ്രളംബനം പദം തൃതീയം കുരു ശീർഷ്ണിമേ നിജം. അപ്പോൾ ഭഗവാൻ തൻ്റെ തിരുവടി 3ാമത്തെ അടിയായി ബലിച്ചക്രവർത്തിയെ സ്വീകരിച്ചു. ഇവിടെയാണ് ഉത്തമ ശ്ലോകൻ എന്നാണ് പറയുന്നത്. ഉത്തമ ശ്ലോകൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഉത്തമൻ എന്നാണ് ഭഗവാൻ. നമുക്ക് ഉത്തമൻ എന്ന് തോന്നാറില്ല. എന്താ കാരണം? കാണിക്കുമ്പോൾ ചെറിയ കാല് കാണിച്ചു, അളക്കുമ്പോൾ വലിയ കാല് കൊണ്ടല്ല അളന്നു. ഇത് എങ്ങനെ ഉത്തമൻ്റെ സ്വഭാവമാവും ചോദിച്ചാൽ, ഉത്തമൻ, മധ്യമൻ, അധമൻ, അങ്ങനെ 3 തരം ആളുകളാണ്. തൻ്റെ ജീവിതത്തിന് വേണ്ടി അടുത്തവരുടെ ജീവിതം നശിപ്പിക്കുന്നവർ അധമന്മാർ. താനും ജീവിക്കണം, അടുത്തവരും ജീവിച്ചോട്ടെ വിചാരിക്കുന്നവർ മധ്യമന്മാർ. തനിക്ക് കുറവെന്നാലും അടുത്തവർ നന്നായി വരട്ടെ വിചാരിക്കുന്നവരാണ് ഉത്തമന്മാർ. ഇപ്പോൾ ഭഗവാനുക്ക് ദാനം വാങ്ങേണ്ട ആവശ്യമില്ല. ദാനം വാങ്ങേണ്ട ആവശ്യമില്ലാതെ ഭഗവാൻ
ദാനം വാങ്ങുന്ന രീതിയിൽ തൻ്റെ പെരുമ കുറച്ച് ബലിച്ചക്രവർത്തി പോലെ ദാനം കൊടുക്കാൻ വേറെ ആൾ ലോകത്തിലില്ലേ പറയാൻ വേണ്ടി ബലിച്ചക്രവർത്തി പെരുമ കാണിക്കാൻ വേണ്ടി തൻ്റെ പെരുമ കുറച്ചില്ലേ. അതുകൊണ്ടാണ് ഉത്തമൻ എന്നോട് പറയുന്നു. പിന്നെ ബലിച്ചക്രവർത്തിയോട് പറഞ്ഞു, നിനക്ക് പാതാളത്തിൽ സുതലം എന്ന പേരിൽ നല്ല ലോകം, സുതലം വെച്ചാൽ നല്ല സ്ഥലം എന്നാണ് അർത്ഥം. സുതലം എന്ന ലോകം വച്ചിട്ടുണ്ട്, അവിടെ പോയി ഇരുന്നോളൂ. ബലിച്ചക്രവർത്തി പറഞ്ഞു, എനിക്ക് സുതലം വേണ്ട, ഈ ഭഗവാന്റെ തിരുവടി അത് തന്നെ മതി, ഇവിടെ തന്നെ ഇരുന്നോളാം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അടുത്ത ജന്മത്തിൽ എനിക്ക് ഇന്ദ്രസ്ഥാനം തന്നെ കൊടുക്കാം. ബലിച്ചക്രവർത്തി പറഞ്ഞു, ഇന്ദ്രസ്ഥാനവും വേണ്ട, ഈ തിരുവടി നിഴൽ മതി, തിരുവടിയെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞു, ഈ പാതാളത്തിൽ നിൻ്റെ മുത്തശ്ശനോട് അവിടെ ഇருந்து നാമം ജപിച്ചിരുന്നോളൂ, നിൻ്റെ വീട്ടിൽ കാവൽക്കാരനായി ഞാൻ തന്നെ വന്നോളാം എന്ന് ഭഗവാൻ ഇപ്പോഴും ബലിച്ചക്രവർത്തി വീട്ടിൽ കാവൽക്കാരനായി നിൽക്കുന്നു എന്നാണ് മഹാത്മാക്കൾ പറയുന്നു. അതുകൊണ്ടാണ് വാമനാവതാരത്തിൻ്റെ പെരുമ. ബാക്കി അവതാരങ്ങളൊക്കെ അവതാരം കഴിഞ്ഞ ശേഷം മടങ്ങി വൈകുണ്ഠത്തിലേക്ക് പോകും. ഇവിടെ പോയിട്ടില്ലേ, ഇപ്പോഴും പാതാളത്തിൽ സ്ഥിതി ചെയ്യുന്നു, ഇടയ്ക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഓണം ദിവസം ബലിച്ചക്രവർത്തിയും ആ വാമന ഭഗവാനെയും വരവേൽക്കാൻ വേണ്ടിയാണ് കളമൊക്കെ വരച്ച് പൂക്കൾ കൊണ്ട് സ്വാഗതം ചൊല്ലുന്നു. ഇതാ കാരണം ബലിച്ചക്രവർത്തിയും വാമന ഭഗവാനും ഇടയ്ക്ക് ഇങ്ങനെ വരുന്നു എന്നാണ് സങ്കല്പം. മാത്രമല്ല, വാമന ഭഗവാന് കേരളീയരാണ് കൂടുതൽ കൊണ്ടാടുന്നു, ആഘോഷിക്കുന്നു വാമനാവതാരം. എന്താ കാരണം, ഈ വാമനാവതാരം കേരളീയരെ പോലെ ഇരിക്കുന്ന അവതാരമാണ്. കേരളീയർ എപ്പോഴും കയ്യിലൊരു കുട വെച്ചിരിക്കും. ചിലപ്പോൾ വെയിലാവും, ചിലപ്പോൾ മഴയാവും, എന്തായാലും കുട വേണ്ടി വരും. അപ്പോൾ വാമന ഭഗവാനും കയ്യിലൊരു കുട വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോലെ ഇരിക്കുന്ന അവതാരം വിചാരിച്ചിട്ടുണ്ടാവാം. എന്തായാലും ബലിച്ചക്രവർത്തി കയ്യിൽ ഒരു കുട ഉണ്ട്. അത് കുടൈ പറഞ്ഞാൽ, തമിഴിൽ കുടൈ പറഞ്ഞാൽ എൻ്റെ അർത്ഥം അറിയാവോ? കുടൈ പറഞ്ഞാൽ ദാനം എന്നർത്ഥം. കുടൈ വല്ലൽ പറഞ്ഞാൽ ദാനം കൊടുക്കുന്ന ആളിൽ ശ്രേഷ്ഠൻ, കേവൻ എന്നർത്ഥം. കുടയാളി പറഞ്ഞാൽ എൻ്റെ അർത്ഥം ദാനം കൊടുക്കുന്നവനർത്ഥം. അത് തെറ്റിദ്ധരിച്ചു പോയ സംശയം. കുടയാളി പറയുന്നത് ദാനം കൊടുക്കുന്ന ആൾ സാധാരണ ചീഞ്ച ഓള കൂടെ വെച്ചിരിക്കുന്ന ആൾ വിചാരിക്കരുത്. സാധാരണ കുടയില്ലേ, ദാനവീരനാണ്. അങ്ങനെ ദാനം കൊടുക്കുന്ന ഒരുത്തനുടെ മുന്നിൽ ഭഗവാൻ തന്നെ ചെറുതായി വരും. അങ്ങനെ ദാനത്തിൻ്റെ പെരുമ കാണിക്കുന്ന ചരിത്രമാണ് ഈ വാമനാവതാരം. ഇപ്പോൾ നമുക്ക് ആ വാമനാവതാരത്തോട് നിർത്താം.